ആദ്യം ശ്രീ MS വേണുഗോപാൽ, വീണ്ടും ചർച്ചയ്ക്കുള്ളൊരു സന്നദ്ധത പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇന്ത്യ ചർച്ച ഏതൊക്കെ വിഷയങ്ങളിൽ എന്നത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ചർച്ചയ്ക്ക് സന്നദ്ധമല്ല എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആവർത്തിച്ച് ചർച്ചയ്ക്കുള്ള സന്നദ്ധത ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്? ഒരിക്കലും ആത്മാർത്ഥമായിട്ടല്ല. പാകിസ്ഥാന്റെ നിവൃത്തികേട് കൊണ്ടാണ്. പാകിസ്ഥാൻ ലോക ജനതയുടെ മുൻപിൽ നാണം കെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ ഒരു റൗഡി രാഷ്ട്രമാണ്, അല്ലെങ്കിൽ തെമ്മാടി രാഷ്ട്രമാണെന്ന് നമ്മൾ പറഞ്ഞത് ലോകം ഏതാണ്ട് അംഗീകരിച്ചിരിക്കുന്നു. ടെററിസം അവരുടെ ഒരു വ്യാപാരമാണെന്നും ലോകം അംഗീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ആയുധം അണുവായുധമല്ല. അവർ ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം ടെററിസമാണ്. രണ്ടാമത്തെ ആയുധം നുണയാണ്. മൂന്നാമത്തേത് ചാരപ്പണിയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം പാകിസ്ഥാനിലെ ജനങ്ങൾ പൊറുതി മുട്ടി നിൽക്കുകയാണ്. നിത്യനിദാന ചെലവുകൾക്ക് നിവൃത്തിയില്ലാതെ പാകിസ്ഥാൻ ജനത നിൽക്കുന്നു. പാകിസ്ഥാൻ ജനത പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോടും പാകിസ്ഥാൻ ആർമിയോടും പാകിസ്ഥാൻ കോടതികളോടും എല്ലാം പാകിസ്ഥാനിലെ പോലീസിനോടുമൊക്കെ അതിഭയങ്കരമായ പകയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഇന്ത്യയുമായിട്ട് ഒരു ചർച്ച ആവശ്യമാണ്. പ്രത്യേകിച്ച് നദീജലത്തിൻ്റെ കാര്യത്തിൽ അവർക്കൊരു ചർച്ച ആവശ്യമാണ്. എന്തെങ്കിലും അത്യാവശ്യമായ ട്രേഡ് നടത്തി കുറച്ച് സാമ്പത്തികമായ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതിനും അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവർ ഇപ്പോൾ ഒരു കള്ളത്തരം പറഞ്ഞൊരു ട്രേഡിന് വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ അതിനൊന്നും കീഴടങ്ങിയില്ല. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചർച്ച രണ്ട് വിഷയങ്ങളിലേ ഉള്ളൂ. ഒന്ന് ടെററിസമാണ്, രണ്ടാമത്തേത് POK ആണ്. ഈ രണ്ട് വിഷയങ്ങളിലല്ലാതെ ഇന്ത്യക്കൊരു ചർച്ച ഇല്ല. അപ്പോൾ അവർ ഇൻ്റർനാഷണലി ഈ വിഷയം കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. കാശ്മീർ അടക്കമുള്ള അവർക്ക് കാശ്മീർ ഒരു വിഷയമാണ്, ജലം വേറൊരു വിഷയമാണ്. അതുപോലെ തന്നെ ടെററിസം അവർ കൂടെ പറയുന്നെങ്കിലും ട്രേഡും അവർക്കൊരു വിഷയമായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രത്യാശ പാകിസ്ഥാനിലെ ജനതയ്ക്ക് ഉണ്ടാക്കുവാനാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത്. കാരണം പാകിസ്ഥാനിലെ ജനത വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു, പാകിസ്ഥാനിലെ ഗവൺമെൻറ്റും പാകിസ്ഥാനിലെ ആർമിയും ഇന്ത്യയുമായി പോരിടുന്നത് ആ രാഷ്ട്രത്തിന് നല്ലതല്ല എന്ന് മനസ്സിലായിരിക്കുന്നു. അവിടുത്തെ പല പട്ടാള ഉദ്യോഗസ്ഥരും രാജിവെച്ച് പോവുകയാണ്. കാരണം ഈ പരിപാടി നടത്തിക്കൊണ്ട് പോയാൽ നമ്മുടെ ജീവന് വരെ അപകടത്തിലാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 10,000-ഓളം പട്ടാള ഉദ്യോഗസ്ഥന്മാർ, ടോപ്പ് ലെവലും മിഡിൽ ലെവലുമായ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് പാകിസ്ഥാനിൽ സൂക്ഷിച്ച് ജീവിക്കുന്നത്. 25 കോടിയോളം വരുന്ന പാകിസ്ഥാൻ ജനത നിത്യദിനാന ചെലവുകൾക്ക് നിവൃത്തിയില്ലാത്ത വിധത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് പല കർഷകരും വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. സിന്ധ് പ്രവിശ്യയിൽ വെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷമായി. അവിടെ അതിന് പ്രക്ഷോഭം നടക്കുന്നു. ഒപ്പം സിന്ധ് പ്രവിശ്യ മോചനം കിട്ടണമെന്ന് നടക്കുന്നു. ബലൂചിസ്ഥാൻ മറ്റൊരു പ്രശ്നം നടക്കുന്നു. അപ്പോൾ അവർക്ക് ഉള്ളിലുള്ള പ്രശ്നം, ആ നാണയത്തിൻ്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു, പാകിസ്ഥാൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് പാകിസ്ഥാന് ആഭ്യന്തരമായി പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാന് നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ നമ്മുടെ ടോക്സും കാരണം പാകിസ്ഥാൻ അന്തർദേശീയമായിട്ട് നിലനിൽപ്പില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. പാകിസ്ഥാനോട് ഇപ്പോൾ ആകെ സ്നേഹം കാണിക്കുന്നത് തുർക്കി മാത്രമാണ്. ചൈന പോലും ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാനെ കളിപ്പിച്ച് കാര്യം സാധിക്കുക എന്നുള്ളത് മാത്രമായി ചൈന മാറിയിരിക്കുന്നു. ചൈനയുടെ ഈ കളിയിൽ പാകിസ്ഥാൻ അതിർത്തിയുമുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, ഈ വലിയ പൂച്ചയുടെ മുമ്പിൽ ഈ എലി ചെന്ന് പെട്ടുപോയി. അപ്പോൾ അങ്ങനെ വിഷമത്തിലായിരിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയുമായിട്ട് ഒരു ചർച്ച ഉണ്ടാക്കി വയ്ക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരാവശ്യമാണ്. ആഭ്യന്തരമായി നമ്മൾ അങ്ങനെ ചർച്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെയും ഒരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കേണ്ടത് ആവശ്യമായിരിക്കും വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വ്യാജ ചർച്ചകൾക്കും വെറും പുറംപോടി കാണിക്കുന്ന പ്രഹസനങ്ങൾക്കും തയ്യാറല്ലെന്നും ശരിയായ ചർച്ച 2 കാര്യങ്ങളിലേ ഉള്ളൂ. അത് നിങ്ങൾ കഴിഞ്ഞ 75 വർഷത്തിലധികമായി തുടരുന്ന ടെററിസമാണ്. ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, ആദ്യത്തെ ടെററിസം എന്ന് പറയുന്നത് 47-ൽ കാശ്മീർ ആക്രമിച്ചത് ഒന്നാം ടെററിസം അന്നാണ് തുടങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ അന്ന് മുതൽ ഈ കഴിഞ്ഞ പഹൽഗാമിൽ നടന്ന ഏപ്രിലിൽ നടന്ന അറ്റാക്ക് വരെയുള്ളത് മുഴുവൻ നിങ്ങൾ നടത്തിയത് ഇന്ത്യയുടെ ചോര പൊടിക്കുന്ന പ്രക്രിയയായിരുന്നു. ചോര പൊടിക്കുന്നവന് വെള്ളം കൊടുക്കില്ല, ചോര പൊടിക്കുന്നവനുമായിട്ട് കച്ചവടമില്ല, ചോര പൊടിക്കുന്നവനുമായിട്ട് യാതൊരുവിധ സന്ധിയുമില്ല. സന്ധി വേണോ, നിങ്ങൾ ടെററിസം എന്ന ആയുധം കീഴ വയ്ക്കണം.
നിങ്ങൾ നുണപ്രചരണം നിർത്തണം, നിങ്ങൾ ചാരപ്പണി നിർത്തണം. ഇതാണ് ഇന്ത്യ. തീർച്ചയായും അങ്ങനെ ഒരു ശക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ PM നാരായണൻ, ഇവിടെ ഇപ്പോൾ ആവർത്തിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്കുള്ള സന്നദ്ധത അവർ അറിയിക്കുകയാണ്. അതും ഈ ഭീകരാക്രമണം, അതിനുശേഷമുള്ള ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിനെ തൊട്ടടുത്ത് തന്നെ അത്തരം ആവശ്യം, ചർച്ചയിലേക്ക് വരൂ എന്ന ആവശ്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. നേരത്തെ ചർച്ച എന്നത് ഇന്ത്യ ആദ്യവും പ്രധാനവുമായി മുന്നോട്ട് വെച്ചിരുന്ന വിഷയമാണ് ചർച്ച എന്നത്. പക്ഷേ അതിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചുണ്ടാകുമ്പോഴും ഇന്ത്യ കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്നതുകൂടിയുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാത്ത യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ ഒരു വ്യക്തത വരാതെ, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പില്ലാതെ ചർച്ചയില്ല എന്ന ഈ നിലപാട് ഇന്ത്യയെ സംബന്ധിച്ച് കൃത്യമായ മറുപടി പാകിസ്ഥാന് നൽകാൻ ഉള്ളതാണോ? അതാണോ അതിന്റെ ശരിയായ രീതി? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഇന്ത്യയുടെ മറുപടിയുടെ ഒരു പാക്കേജ് വളരെ മാറിയിട്ടുണ്ട്.